കേരളത്തിൽ ഹൊറർ കഥകൾക്ക് ഒട്ടും പഞ്ഞമില്ല. കാവുകളും മനക്കിലുകളും ഒഴിഞ്ഞ ബംഗ്ലാവുകളുമൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ സാങ്കേതികവിദ്യ ഇത്ര പുരോഗമിച്ച കാലത്തും ആധുനിക മനുഷ്യൻ്റെ ബുദ്ധിക്കും ശാസ്ത്രത്തിനും വിശദീകരിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നമ്മുടെ റോഡുകൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇത് വായനക്കാരിൽ നിന്നോ ഓൺലൈനിൽ നിന്നോ കോപ്പിയടിച്ച കഥയല്ല. 2019 ഡിസംബറിൽ വയനാട് ചുരത്തിലൂടെ രാത്രി യാത്ര ചെയ്ത 3 യുവാക്കൾക്ക് നേരിടേണ്ടി വന്ന ഒരു യഥാർത്ഥ അനുഭവമാണ്. തൊടുപുഴക്കാരായ റഹീമും അവൻ്റെ 2 കൂട്ടുകാരും കോഴിക്കോട്ട് നിന്ന് ബാംഗ്ലൂരിലേക്ക് കാറിൽ പോകുകയായിരുന്നു. സമയം രാത്രി ഏകദേശം 12:45 കഴിഞ്ഞിരുന്നു. അന്ന് ചുരത്തിൽ കട്ടിമഞ്ഞും നേരിയ മഴയും ഉണ്ടായിരുന്നു. ഹെയർപിൻ വളവുകൾ കയറുമ്പോൾ വിസിബിലിറ്റി വളരെ കുറവായിരുന്നു. വലിയ ലോറികളൊക്കെ വളരെ പതിയെയാണ് പോയിരുന്നത്. 6ാമത്തെ വളവ് കഴിഞ്ഞപ്പോൾ മുന്നിൽ പോയിരുന്ന വണ്ടികളൊക്കെ പെട്ടെന്ന് ഗ്യാപ്പായി. ഇവരുടെ കാർ മാത്രം മുന്നിൽ ഒറ്റയ്ക്കായി. റോഡിൽ വേറെ വെളിച്ചമൊന്നുമില്ല, കാറിന് ഹെഡ്ലൈറ്റും മാത്രം. തണുപ്പ് കൂടിയതുകൊണ്ട് അവർ AC ഓഫ് ചെയ്ത് ഗ്ലാസ് ചെറുതായി താഴ്ത്തിയിട്ടു. അന്തരീക്ഷം വല്ലാത്തൊരു ശാന്തതയിലായിരുന്നു. 8ാമത്തെ വളവ് എത്താറായപ്പോൾ റോഡിൻ്റെ ഇടതുവശത്ത് സംരക്ഷണ ഭിത്തിക്ക് തൊട്ടടുത്ത് ഒരാൾ നിൽക്കുന്നത് ഡ്രൈവ് ചെയ്തിരുന്ന റഹീം കണ്ടു. ആ കൊടുന്തണിപ്പിലും ഒരു വെള്ളത്തുണി മാത്രം പുതച്ച് തല താഴ്ത്തിയൊരു സ്ത്രീ. ഈ സമയത്ത് ഈ ചുരത്തിൽ ആരും ഒറ്റയ്ക്ക് നിൽക്കില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ട് അവൻ വണ്ടി നിർത്തിയില്ല. പക്ഷേ കാർ ആ രൂപത്തെ മറികടന്ന് പോയ അടുത്ത സെക്കൻഡിൽ പുറകിലിരുന്ന കൂട്ടുകാരൻ അലറി വിളിച്ചു, "ഡാ, വണ്ടി നിർത്തിപ്പോകരുത്, വേഗത കൂട്ട്." റഹീം റിയർ വ്യൂ മിററിലേക്ക് നോക്കി. അവൻ്റെ ബോധം പോകുന്ന അവസ്ഥയിലായിരുന്നു അത്. റോഡിൻ്റെ വശത്ത് നിന്ന് ആ രൂപം കാറിന് തൊട്ടു പിന്നാലെ ഓടുകയില്ല, കാറിൻ്റെ അതേ വേഗതയിൽ റോഡിന് മുകളിലൂടെ ഒഴുകി വരികയാണ്. റഹീം ആക്സിലേറ്റർ പരമാവധി ചവിട്ടി. കാർ 70-80 സ്പീഡിൽ ചുരത്തിലൂടെ പാഞ്ഞു. സാധാരണ അത്രയും വേഗതയിൽ അവിടെ വണ്ടി ഓടിക്കാൻ കഴിയില്ല. പെട്ടെന്ന് കാറിൻ്റെ പുറകിലെ ഗ്ലാസിൽ ആരോ ശക്തിയെ തട്ടി. അതൊരു കാറ്റിൻ്റെ ശബ്ദമായിരുന്നില്ല. കാറിൻ്റെ ബാക്ക് സീറ്റിൽ നിന്ന് കൂട്ടുകാരൻ പേടിച്ച് സീറ്റിൻ്റെ താഴേക്ക് കടന്നു. കാറിൻ്റെ ഡിജിറ്റൽ മീറ്ററുകൾ പെട്ടെന്ന് ഫ്ലിക്കർ ചെയ്യാൻ തുടങ്ങി. എൻജിൻ ഓഫാകാൻ പോകുന്നത് പോലെ കാർ ജാമായി. ആ നിമിഷം കാറിൻ്റെ ഇടതുവശത്തെ വിൻഡോ ഗ്ലാസ്സിലൂടെ പുറത്ത് ആ രൂപം കാറിനൊപ്പം ഫ്ലോട്ട് ചെയ്തു വരുന്നത് റഹീം കൺമുന്നിൽ കണ്ടു. അതിന് മുഖമുണ്ടായിരുന്നില്ല, കറുത്ത ശൂന്യമൊരു വിടവ് മാത്രം. അവർ ഭയന്ന് ഉറക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ നിമിഷങ്ങൾ അനുഭവിച്ച ഭയം വാക്കുകൾക്കപ്പുറമായിരുന്നു. ചുരം കയറി ലക്കടയിലുള്ള പെട്രോൾ പമ്പിൽ വണ്ടി എത്തിയപ്പോൾ മാത്രമാണ് അവർക്ക് ശ്വാസം വീണത്. രാത്രിയിൽ പെട്രോൾ പമ്പിലുണ്ടായിരുന്ന ജീവനക്കാർ വിറച്ചു നിൽക്കുന്ന ഇവരെ കണ്ടപ്പോൾ തന്നെ കാര്യം ചോദിച്ചു. റഹീം സംഭവം പറഞ്ഞപ്പോൾ പമ്പിലെ ജീവനക്കാരൻ പറഞ്ഞ മറുപടിയാണ് ഏറ്റവും ഭയാനകം. "നിങ്ങൾ ആദ്യമല്ല ഇത് പറയുന്നത്. 6ാം വളവിനും 8ാം വളവിനും ഇടയിൽ രാത്രി 1 മണിക്ക് ശേഷം പോകുന്ന പലർക്കും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. വണ്ടി നിർത്താതിരുന്നത് നിങ്ങളുടെ ഭാഗ്യം." അടുത്ത ദിവസം രാവിലെ അവർ കാറിൻ്റെ പുറകുവശം പരിശോധിച്ചപ്പോൾ പുറകിലെ പൊടി പിടിച്ച ഗ്ലാസ്സിൽ നീളമുള്ള വിരലുകളുടെ അടയാളങ്ങൾ തെളിഞ്ഞു കണ്ടിരുന്നു. ഇത് കേട്ടറിവല്ല. അന്ന് ആ കാറിലുണ്ടായിരുന്നവർ ഇപ്പോഴും ആ വഴി രാത്രി യാത്ര ചെയ്യാൻ മടിക്കുന്ന യഥാർത്ഥ സംഭവമാണ്. നമ്മുടെ നാട്ടിൽ നമ്മളറിയാത്ത എന്തൊക്കെയോ ഇപ്പോഴും രാത്രികൾ അലിഞ്ഞു തിരിയുന്നുണ്ട്.